മനുഷ്യരുടെ മുൻപിൽ അപ്രതീക്ഷിതമായ ആപത്ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങുന്നു. ഈശ്വരന് സമക്ഷം യാചിക്കുവാൻ തുടങ്ങുന്നു, ഈ സ്ഥിതിയിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ എല്ലാം വാസ്തവിക രൂപം എന്താണ്? ഇതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്. അതായത് നാം നമ്മുടെ സമസ്ത ആശങ്കകളും സമസ്ത ചിന്തകളും സമസ്ത സങ്കല്പങ്ങളും നാം സ്വപ്നം കാണുന്ന സമസ്ത പദ്ധതികളും ഈശ്വരന്റെ ചരണങ്ങളിൽ അർപ്പിക്കുക എന്നതാണ്. അതായത് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് തെല്ലുപോലും ചിന്തിക്കാതെ ധർമ്മത്തിനനുകൂലമായി കർമ്മം ചെയ്യുക എന്നതാണ്. ഈശ്വരന്റെ പദ്ധതികളെ തങ്ങളുടെ വിധിയാണെന്ന് അംഗീകരിക്കുക. ഇതല്ലേ ശരിയായ പ്രാർത്ഥന? എന്നാൽ ഈശ്വരന്റെ പദ്ധതികൾ മനസ്സിലാക്കുക എന്നത് ശരിക്കും സംഭവ്യമാണോ? ഈശ്വരന്റെ പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായി സദാ പ്രത്യക്ഷമാവുന്നതാണ്. എന്നാൽ ചിലരെല്ലാം കർമ്മങ്ങൾ തന്നെ പരിത്യജിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാവുക? വാസ്തവത്തിൽ കർമ്മം തന്നെയാണ് ജീവിതം. ഫലപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥനയാകുന്നത്. എന്നാൽ പ്രാർത്ഥന കർമ്മപഥത്തിൽ തടസ്സമുണ്ടാക്കുകയും മനുഷ്യനെ കർമ്മം ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ അത് പ്രാർത്ഥനയാകുമോ അതോ പരാജയമാകുമോ? സ്വയം ചിന്തിച്ചു നോക്കിയാലോ? ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ വിദ്യ പ്രാപ്തമാക്കുവാൻ വരുന്ന എല്ലാ ശിഷ്യന്മാരും ഒരേപോലെ വിദ്യ പ്രാപ്തമാക്കണമെന്നതിൽ നിർബന്ധമില്ല. എല്ലാ ശിഷ്യന്മാരും ഗുരുവിന്റെ പാഠങ്ങൾ ഒരുപോലെ തന്നെ ശ്രവിക്കുന്നവരാണ്. ഗുരുവിനെ പൂജിക്കുന്നതും ഒരുപോലെ തന്നെയായിരിക്കാം. എന്നാൽ അവർക്ക് ഒരേപോലെ വിദ്യ പ്രാപ്തമാക്കുവാൻ കഴിയാറില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യാഥാർത്ഥ്യം ഇതാണ്. വിദ്യ പ്രാപ്തമാക്കുവാൻ കഴിയാതെ വരുന്ന ശിഷ്യന്മാർ സമർപ്പണമെന്ന പ്രകടനം നടത്താറുണ്ട്. എന്നാൽ സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുവിന്റെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിന്റെ ആജ്ഞകൾ പാലിക്കുന്നതുകൊണ്ടോ മാത്രം സമർപ്പണമെന്നത് സമർപ്പണമാകുമോ? ഇല്ല. സമർപ്പണമെന്നാൽ യഥാർത്ഥ അർത്ഥം ഇതാണ്. അതായത് ഗുരുവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സംശയങ്ങളെ ഉണ്ടാവാൻ പാടില്ല. ഗുരുമുഖത്ത് നിന്നും ആജ്ഞകൾ ലഭിക്കുന്നതിന് മുൻപേ ശിഷ്യന്മാർക്ക് അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യണം. ഗുരുവിനുണ്ടാകുന്ന ചിന്തകൾ പോലെ തന്നെ ശിഷ്യന്മാരുടെ ചിന്തകളും ഒന്നുപോലെയാവണം. ശിഷ്യന് സ്വന്തം ഗുരുവിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളെ ദർശിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ശിഷ്യന് സമർപ്പണമെന്നുള്ളത് ഒരിക്കലും സാധ്യമാവുകയില്ല. വാസ്തവത്തിൽ സമർപ്പണമെന്നത് ഒരു പ്രവൃത്തിയാവുന്നില്ല. സമർപ്പണമെന്നത് മനസ്സിലെ ഒരു ഭാവമാണ്, മനസ്സിന്റെ ഒരു അവസ്ഥയുടെ നാമമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം അതുണ്ടാകുവാനുള്ള കാരണം നമ്മുടെ മനസ്സ് തന്നെയല്ലേ? ജ്ഞാനം പ്രാപ്തമാകുന്നത് സദാ സമർപ്പണത്തിലൂടെയാണ്. ഇത് നിങ്ങൾക്കും അറിയാം. എന്നാൽ സമർപ്പണത്തിന്റെ യഥാർത്ഥ മഹത്വം എന്താണ്? ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ മനസ്സ് തന്നെ സദാ ജ്ഞാനപ്രാപ്തിയിൽ വിവിധ തരത്തിലുള്ള വിഘ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചിലപ്പോൾ അത് മറ്റൊരു വിദ്യാർത്ഥിയോടുള്ള അസൂയയുടെ രൂപത്തിലായിരിക്കും. ചിലപ്പോൾ അഭ്യസിച്ചു കഴിഞ്ഞ പാഠങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ ഗുരുവിൽ നിന്നും ലഭിച്ച വിദ്യ മനസ്സിനെ അഹങ്കാരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ? ഏതൊക്കെ വിവിധ തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിനെ വലയ്ക്കുന്നതെന്ന് അറിയുകയില്ല. മനസ്സിന് ഈ അയോഗ്യമായ സ്ഥിതി വരുമ്പോഴാണ് ജ്ഞാനം പ്രാപ്തമാക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നത്. മനസ്സിന്റെ യോഗ്യത എന്നാൽ സദാ സമർപ്പണത്തിൽ മാത്രമാണുള്ളത്. സമർപ്പണം മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു. അസൂയയും അത്യാഗ്രഹവും പോലുള്ള ഭാവനകൾ ദൂരീകരിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. പിന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈശ്വരന്റെ സൃഷ്ടിയിൽ ജ്ഞാനിക്കും പ്രാധാന്യമില്ല, ജ്ഞാനത്തിനും പ്രാധാന്യമില്ല. ഗുരു ദത്താത്രേയ മഹർഷി ഗോക്കളിൽ നിന്നും ശുനകനിൽ നിന്ന് പോലും ജ്ഞാനം പ്രാപ്തമാക്കിയിട്ടുണ്ട്. അതായത് വിഷയം ഇനി ബ്രഹ്മജ്ഞാനമാവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാവട്ടെ, അതുമല്ലെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് പ്രാപ്തമാകുന്ന ജ്ഞാനമാകട്ടെ, ഇവയെ പ്രാപ്തമാക്കുവാൻ വേണ്ടി ഗുരുവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ആ ഗുരുവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിന് തന്നെയാണ്. ഇത് സത്യം തന്നെയല്ലേ? എല്ലാ മനുഷ്യന്റെയും സ്വഭാവമാണത്. തനിക്കും തന്റെ കുടുംബത്തിനും
സ്വന്തം സന്താനങ്ങൾക്കും അത്യധികം സുഖം പ്രാപ്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാരണവശാൽ നാം സ്വയം കഷ്ടതകളിൽ നിന്നെല്ലാം തന്നെ അകലം പാലിക്കുകയും ചെയ്യുന്നു. വിശ്രമവും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് സത്യം തന്നെയല്ലേ? എല്ലാവരും തന്നെ സ്വന്തം സന്താനങ്ങളുടെ സുഖത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കേവലം വിശ്രമിക്കുന്നത് കൊണ്ട് മാത്രം എന്ത് ലാഭമാണ് പ്രാപ്തമാവുക? അതുപോലെ സുഖവും സൗകര്യങ്ങളും പ്രാപ്തമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? ശരീരം കൊണ്ട് നന്നായി പ്രയത്നിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാകുന്നു. ബുദ്ധി ഉപയോഗിച്ച് കഠിനകരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണെങ്കിൽ ബുദ്ധിയും തേജസ്സുള്ളതാകുന്നു. ഇതെല്ലാം നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ നാം ഒരുപക്ഷെ വിസ്മരിക്കുന്നതാവാം. അതായത് മനസ്സിനും ആത്മാവിനും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവയും തീർച്ചയായും ശക്തി ആർജിക്കുന്നതാണ്. അതായത് നാം നമ്മുടെ സന്താനങ്ങളെ അധ്വാനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവരുടെ സുഖത്തിലേക്കുള്ള മാർഗത്തെ നാം ബന്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്ന സമസ്ത ബാലകരും പൂർണ്ണമായും സംസ്കാരശൂന്യർ തന്നെയായിരിക്കും. അവരുടെ ഉള്ളിൽ ഒരിക്കലും ജന്മമെടുക്കുന്ന സമയത്ത് നല്ല സംസ്കാരങ്ങളും ഉണ്ടാവുകയില്ല, നീചമായ സംസ്കാരങ്ങളും ഉണ്ടാവുന്നതല്ല. അതിനർത്ഥം ജന്മമെടുക്കുന്ന സമയത്ത് ബാലകർക്ക് ഗുണങ്ങളും ഉണ്ടാവുന്നില്ല, ദോഷങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ദോഷങ്ങളും ഗുണങ്ങളും അവരെപ്രകാരമാണ് പ്രാപ്തമാക്കുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏത് കാര്യങ്ങളാണോ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും നിരന്തരമായി സന്താനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായിരിക്കും ആ സന്താനങ്ങളുടെ ഹൃദയത്തിലെ സംസ്കാരമായി മാറിത്തീരുന്നത്. ഉദാഹരണമായി, വറ്റാതെ ഒഴുകുന്ന നദീതീരം എപ്പോഴും തണുത്തുറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ആ നദി തുടർച്ചയായി ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ്. അതായത് മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് അവരുടെ സന്താനങ്ങളുടെ മനസ്സിലെ ദോഷങ്ങളായും അല്ലെങ്കിൽ ഗുണങ്ങളായും ജന്മമെടുക്കുന്നത്. എന്താ ഇത് സത്യം തന്നെയല്ലേ? എന്നിരുന്നാൽ തന്നെയും സ്വന്തം സന്താനങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങൾ ദർശിക്കാൻ ഇടവരികയാണെങ്കിൽ അപ്പോൾ ആ മാതാപിതാക്കൾ ആശ്ചര്യവും ദുഃഖവും പ്രകടിപ്പിക്കാറുണ്ട്. മാതാപിതാക്കളുടെ മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം ഇതാണ്: സ്വന്തം സന്താനങ്ങൾക്ക് ഇത്തരം സംസ്കാരം ഉണ്ടാകുവാനുള്ള കാരണമെന്താണ്? എന്നാൽ സത്യം ഇതുതന്നെയാണ്. മാതാപിതാക്കൾ തന്നെയാണ് സ്വന്തം സന്താനങ്ങളുടെ മനസ്സിൽ അവർ അറിയാതെ നീചമായ സംസ്കാരത്തിന്റെ ബീജം വിതയ്ക്കുന്നത്. ആ ബീജം തന്നെയാണ് സന്താനങ്ങളുടെ ഹൃദയത്തിൽ നീച സംസ്കാരത്തിന്റെ വൃക്ഷമായി തഴച്ചു വളരുന്നത്. അതായത് സ്വന്തം സന്താനങ്ങൾക്ക് നല്ല സംസ്കാരവും ധർമ്മമാർഗവും പ്രാപ്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും ആദ്യം ചെയ്യേണ്ടത് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം പാലിക്കുക എന്നതാണ്. ഇതല്ലേ അനിവാര്യമായ കാര്യം? അപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇതേക്കുറിച്ച് നിശ്ചയമായും ചിന്തിക്കേണ്ടത് തന്നെയാണ്. അധികാരമോഹം ഏവരുടെയും മനസ്സിനെ വലയം ചെയ്തിരിക്കുകയാണ്. ഓരോ വ്യക്തിയും സ്വന്തം രാഷ്ട്രം നിർമ്മിക്കുന്നതിനു വേണ്ടി നിശ്ചയമായും പ്രയത്നിക്കുന്നതാണ്. ആ രാഷ്ട്രം കുരുരാഷ്ട്രത്തെ പോലെ വിശാലമായ രാഷ്ട്രമാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പോലെയുള്ള ചെറിയ രാഷ്ട്രമാണെങ്കിലും ശരി, അധികാരം പ്രാപ്തമാക്കുവാൻ വേണ്ടി നാം എല്ലാവരും നിശ്ചയമായും പ്രയത്നിക്കുന്നതാണ്. എന്നാൽ ഈ അധികാരത്തിന്റെ യഥാർത്ഥ രൂപം എന്താണ്? ഇതേക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന് ധാരാളം ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, ധാരാളം ജനങ്ങളുടെ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, അവൻ അത്രയും അധികം അധികാരം പ്രാപ്തമാക്കി എന്നതാണ് അർത്ഥം. അധികാരത്തിന്റെ യഥാർത്ഥ രൂപം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാധീനം ഉറപ്പുവരുത്തുക എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വാധീനമുണ്ടാകുന്നത് സ്നേഹം, ദയ, കരുണ, ഒപ്പം ധർമ്മം തുടങ്ങിയ മാർഗത്തിലൂടെയല്ലേ? മനുഷ്യർ അക്രമത്തിലൂടെയും അധർമ്മത്തിലൂടെയും അധികാരം പ്രാപ്തമാക്കുവാൻ പ്രയത്നിക്കുമ്പോഴെല്ലാം അതനുഭവിക്കുന്നവരുടെ മനസ്സിൽ ആ വ്യക്തികളോടുള്ള വിരോധവും പ്രതികാരവുമാണ് ജന്മമെടുക്കുന്നത്. അതിന്റെ പരിണാമം എന്നത് ഇപ്രകാരമായി: അതെ, കുറച്ചു കാലം അവർ സ്വയം ശക്തിശാലികളായും സ്വാധീനമുള്ളവരുമായും നിശ്ചയമായും അഹങ്കരിക്കുന്നതാണ്. എന്നാൽ ഇത് യഥാർത്ഥ അധികാരമാവുകയില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭൃഗു, വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാരെല്ലാം ഇന്നും പൂജിക്കപ്പെടുന്നവരായിരിക്കുന്നത്. രാവണനെയും പിന്നെ ഹിരണ്യകശ്യപനെയൊന്നും ആരും പൂജിക്കുന്നില്ലല്ലോ. ഇതേക്കുറിച്ച് നിങ്ങൾ നിശ്ചയമായും ചിന്തിക്കേണ്ടതാണ്. സത്യം തന്നെ അല്ലേ ഇത്? മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭയമാണ്.
മനുഷ്യൻ സദാസമയവും ഭയത്തിനുള്ള കാരണം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിക്കുവാനായി പല മാർഗങ്ങളും നാം തിരഞ്ഞെടുക്കാറുണ്ട്. ആ മാർഗങ്ങളെ തന്നെയാണ് നാം ഭയത്തിനുള്ള കാരണമായി കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ഭയമെന്നുള്ളത്? ചിന്തിച്ചു നോക്കിയാലും. ഭയം എന്ന വാക്കിനർത്ഥം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആപത്തുകളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. എന്നാൽ കാലചക്രത്തിന്റെ അധിപനാരാണ്? കാലചക്രത്തിന്റെ അധിപൻ നാമുമല്ല, നമ്മുടെ ശത്രുവുമല്ല, നമുക്കെതിരെ മത്സരിക്കുന്നവരുമല്ല. കാലചക്രം സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ് ചലിപ്പിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഭയം നിറഞ്ഞ നമ്മുടെ മനസ്സിന് നമ്മെ കൂടുതൽ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെയല്ലേ സത്യം? ആപത്തുകൾ ഉണ്ടാകുമ്പോൾ ഭയം നിറഞ്ഞ മനസ്സ് അരുതാത്ത നിർണയങ്ങളാണ് സ്വീകരിക്കാറ്. അപ്രകാരം ആപത്ത് കൂടുതൽ വേദനാജനകമായും തീരുന്നു. എന്നാൽ ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സ് ആപത്തുകളെയെല്ലാം തന്നെ വളരെ ലളിതമായി മറികടക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഏതു കാരണത്താലാണോ നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനം നൽകിയിരിക്കുന്നത്, ആ ഭയം തന്നെ നമുക്ക് വിപരീത ഫലങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. എന്താ ഇത് സത്യം തന്നെയല്ലേ? നാം പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് പകരമായി നമുക്ക് ദുഃഖം പ്രാപ്തമാവുകയാണെങ്കിലും, അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സുഖം പ്രാപ്തമാവുകയാണെങ്കിലും, നമ്മുടെ മനസ്സ് ഒരു കാര്യം തീർച്ചയായും ചിന്തിക്കും: ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതിന്റെയും പ്രയോജനം തന്നെ എന്താണ്? എന്നാൽ ദുഷ്ടാത്മാക്കൾക്ക് എന്താണ് പ്രാപ്തമാകുന്നതെന്നും നിങ്ങൾ ദർശിക്കേണ്ടത് തന്നെയാണ്. ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ മനസ്സ് സദാ ചഞ്ചലമായിരിക്കും, സ്വസ്ഥതയും ലഭിക്കുന്നതല്ല. മനസ്സിൽ എപ്പോഴും പുതിയ പുതിയ സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിശ്വാസം അവരെ ജീവിതകാലം മുഴുവനും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണോ സുഖം? എന്നാൽ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ, സത്സ്വഭാവിയായ വ്യക്തിയുടെ മനസ്സ് ശാന്തമായിരിക്കുന്നതാണ്. പരിതസ്ഥിതികൾ അവരുടെ ജീവിതത്തിലെ സുഖത്തിന് തടസ്സമാവുന്നതേയില്ല. സമൂഹത്തിൽ ബഹുമാനവും മനസ്സിൽ സദാ സന്തോഷവും ഉണ്ടാകുന്നതുമാണ്. അതിനർത്ഥം നല്ല പെരുമാറ്റമെന്നത് ഭാവിയിലേക്കുള്ള സൗഖ്യത്തിനുള്ള മാർഗമാണ് എന്നതല്ല. എന്നാൽ നല്ല പെരുമാറ്റം അത് തന്നെയാണ് സൗഖ്യം. അതിനർത്ഥം നീചമായ പെരുമാറ്റം ഭാവിയിലെ ദുഃഖത്തിനുള്ള കാരണവുമല്ല. എന്നാൽ അധർമ്മം ആ ക്ഷണം തന്നെ ദുഃഖത്തെ ഉൽപ്പന്നമാക്കുകയും ചെയ്യുന്നു. ധർമ്മമാർഗത്തിലൂടെ സൗഖ്യം ലഭിക്കുമെന്നല്ല, ധർമ്മം തന്നെയാണ് സുഖം. ഒരു വ്യക്തിക്ക് സ്വന്തം അപരാധത്തിനുള്ള ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ, നീതിബോധമുള്ളവനാണെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സ് തകരുന്നതാണ്. നമ്മുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ: അപരാധം പ്രവർത്തിച്ച സമയത്ത് ആ വ്യക്തി തികച്ചും ഭിന്നനായിരുന്നു, എന്നാൽ അതിനുശേഷം ആ വ്യക്തി വളരെയധികം പശ്ചാത്തപിച്ചിട്ടുമുണ്ടാകാം. സ്വഭാവത്തിലും ഒരുപാട് പരിവർത്തനവും വന്നിരിക്കാം. എന്നിട്ടും അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ആഘാതമുണ്ടാകുമ്പോൾ അവിടെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നതാണ്. എപ്രകാരമാണോ കർമ്മം, അപ്രകാരം തന്നെ ഫലവും. നാം ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് സുഖം പ്രാപ്തമാകുന്നതാണ്. ആരെയെങ്കിലും വധിക്കുകയാണെങ്കിലോ മൃത്യുശിക്ഷയും ലഭിക്കുന്നതാണ്. കർമ്മങ്ങൾക്കനുസൃതമായി തന്നെ നീതിയും നടപ്പിലാകുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രായശ്ചിത്തത്തിനും പശ്ചാത്താപത്തിനും ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായും മൂല്യം കൽപ്പിക്കുന്നുണ്ട്. പ്രായശ്ചിത്തവും പശ്ചാത്താപവും മനുഷ്യന്റെ ആത്മാവിന് ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷ സ്വീകരിക്കാനായി നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാതെ തന്നെ ശിക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മൂല്യമുണ്ടോ? ധർമ്മം, ധർമ്മത്തെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ചിലർക്ക് അവരവരുടെ ധർമ്മത്തെക്കുറിച്ച് അഭിപ്രായം, മറ്റു ചിലർക്ക് അന്യരുടെ ധർമ്മത്തെക്കുറിച്ച് അഭിപ്രായം. മറ്റുള്ളവർ ചെയ്ത അധർമ്മത്തെക്കുറിച്ച് ചർച്ചകൾ നിരന്തരം നടക്കാറുണ്ട്. എന്നാൽ ധർമ്മകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും വാസ്തവത്തിൽ ധർമ്മം എന്നാൽ എന്താണ്? ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ധർമ്മം മനുഷ്യർക്ക് മറ്റു മനുഷ്യരോടൊപ്പവും സമസ്ത പ്രപഞ്ചത്തോടൊപ്പവും തന്നെ സുഖമായി ജീവിക്കുവാനുള്ള ജ്ഞാനം നൽകുന്നു.
ഈ കാരണം കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ധർമ്മസ്ഥലങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് സദാ ശാന്തി പ്രാപ്തമാകുന്നത്. നിങ്ങളുടെ അനുഭവവും ഇപ്രകാരമല്ലേ? അതായത് ധർമ്മം മനുഷ്യരുടെ സമസ്ത സംഘർഷങ്ങളും നശിപ്പിക്കുമെന്നതാണ്. മനുഷ്യർക്ക് മറ്റു മനുഷ്യരോട് ഒരു വിധത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാതാകുക എന്ന കാര്യം സംഭവ്യമാകുന്നത് എപ്രകാരമാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. എവിടെ സ്നേഹമുണ്ടാകുന്നുവോ അവിടെ സംഘർഷവും ഉണ്ടാകണമെന്നുണ്ടോ? ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ പറയും. നിശ്ചയമായും ഉണ്ടാകുമെന്ന്. എന്നാൽ ഒരല്പം കൂടി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും. അത് മറ്റൊന്നുമല്ല, സംഘർഷമുണ്ടാകുന്ന സമയത്ത് സ്നേഹത്തെക്കുറിച്ച് നാം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആഗ്രഹങ്ങൾക്ക് ജന്മമുണ്ടാകും, അഹങ്കാരം ജന്മമെടുക്കുന്നു, ക്രോധം ജന്മമെടുക്കുന്നു. എന്നാൽ സ്നേഹം മാത്രമില്ല. സ്നേഹം ജന്മമെടുക്കുന്നില്ല. കാരണം എവിടെയാണോ വാസ്തവത്തിൽ സ്നേഹമുള്ളത് അവിടെ സമസ്ത വിവാദങ്ങളും സമസ്ത സംഘർഷങ്ങളും സമസ്ത യുദ്ധങ്ങളും അപ്രത്യക്ഷമാകുന്നതാണ്. ഇപ്രകാരമുള്ള ഈ സ്നേഹം സമസ്ത പ്രപഞ്ചത്തിനോടും ഉണ്ടാവുകയാണെങ്കിലോ, കേവലം മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോടും ഒരു പുൽനാമ്പിനോട് പോലും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുകയാണെങ്കിൽ ക്രോധിക്കുവാനുള്ള കാരണം പിന്നീട് ജന്മമെടുക്കുമോ? ഇല്ല അല്ലേ? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന നിസ്വാർത്ഥമായ സ്നേഹഭാവം, അതേ സ്നേഹഭാവം സമസ്ത പ്രപഞ്ചത്തിനോടും ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാവമാണ് കരുണ എന്ന് പറയുക. കരുണ അതായത് സമസ്ത വിശ്വത്തോടുമുള്ള സ്നേഹം. ഏവരോടും സ്നേഹമല്ലാതെ മറ്റൊരു വികാരവുമില്ല. എവിടെയും ആരോടും തന്നെ ഒരു വിരോധവുമില്ല. കരുണ തന്നെയാണ് വാസ്തവത്തിൽ സമസ്ത ധർമ്മത്തിന്റെയും സാരം. ധർമ്മം വൃക്ഷമാണെങ്കിൽ കരുണ തന്നെയാണ് അതിന്റെ തായ്വേര്, അതിന്റെ സ്രോതസ്. എന്നാൽ ചിലപ്പോഴെല്ലാം മനുഷ്യർ ധർമ്മമെന്ന വാക്ക് പോലും വിസ്മരിക്കുന്ന കാലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ മനുഷ്യർ നിയമങ്ങളും പാരമ്പര്യവുമെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കരുണയെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് വ്യാപിക്കുന്നത് സംഘർഷങ്ങളായിരിക്കും, അസൂയയായിരിക്കും, ചൂഷണവും ക്രോധവും ശത്രുതയുമായിരിക്കും. അതിനർത്ഥം അധർമ്മം തന്നെയായിരിക്കും. അപ്പോഴാണ് പരമാത്മാവിനിവിടെ അവതാരധാരണമെടുക്കേണ്ടി വരാറുള്ളത്, മനുഷ്യർക്ക് വാസ്തവിക ജ്ഞാനം നൽകുവാൻ വേണ്ടി. മഹാഭാരതത്തിന്റെ ഈ കഥയും ഇങ്ങനെയൊരു കാലത്തു സംഭവിച്ചതാണ്. അവിടെ ചിലർ പാരമ്പര്യത്തെ ധർമ്മമെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്നവരാണ്. മറ്റു ചിലരാണെങ്കിൽ അധർമ്മത്തെ പിന്തുടർന്ന് ക്രോധം, വൈരാഗ്യം, അത്യാഗ്രഹം തുടങ്ങിയ ഭാവനകൾക്കടിമപ്പെട്ട് ധർമ്മത്തെ വിനാശം ചെയ്യുന്നവരായിരുന്നു. വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹമുണ്ടായിരുന്നു, എന്നാൽ സമസ്ത വിശ്വത്തിനോട് അവരുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല. ഈ ജഗത്തിൽ കരുണയില്ലായിരുന്നു. ഈ കാരണത്താൽ തന്നെ നാം അവതാരധാരണമെടുത്തിരിക്കുകയാണ്. പരിത്രാണായ സാധൂനാം, മാനവരാശിയെ മുക്തരാക്കുന്നതിനു വേണ്ടി, വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ വിനാശം ചെയ്യുന്നതിനു വേണ്ടി, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നാം വസുദേവ കൃഷ്ണൻ